ആർ എസ് എസ്സുകാർ ഏറ്റവും ധൈര്യമുള്ള മനുഷ്യരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് വെറുതെ പറയുന്നതല്ല, യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവണം. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ധൈര്യശാലികളായ മനുഷ്യർ ആർ എസ് എസ്സുകാരാണ്. അതിനെ തെളിയിക്കുന്ന ഒരു സംഗതി ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതാണ് ഭരണഘടന നൽകുന്ന ശക്തി. ഭരണഘടനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ചില്ലറ ശക്തിയൊന്നുമില്ല. കണ്ടിട്ടുണ്ടോ ആ പുസ്തകം? വെറും ഭരണഘടന മേടിച്ചാൽ ഫോഴ്സ് പോരാതെ വരും. MV പൈലിയുടെ വ്യാഖ്യാനത്തോടു കൂടിയ ഭരണഘടനയുണ്ട്. നല്ലൊരു 2-2.5 കിലോ വെയിറ്റ് വരും. എൻ്റെ ഇരിപ്പുണ്ട് ഒരെണ്ണം. ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്തെറിയാനായിട്ട് ഞാനും ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭരണഘടന ഉയർത്തിപ്പിടിക്കണം, അല്ലെങ്കിൽ എനിക്ക് തോളൊക്കെ വേദനിക്കും. അപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക, പിന്നെ മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുക, എന്തൊക്കെ ജോലിയാണെന്നറിയാമോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ. ഇയാളെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. TG മോഹൻദാസ് RSSൻ്റെ ബുദ്ധിജീവിയാണ്. നമ്മുടെ ഭരണഘടനയെക്കുറിച്ചാണ് അയാൾ ഈ പറഞ്ഞത്. സ്വന്തം രാജ്യത്തിൻ്റെ ഭരണഘടനയെ ആക്ഷേപിക്കാനും അപമാനിക്കാനും ഇകഴ്ത്തി കാണിക്കാനുമൊക്കെ നിങ്ങളിൽ എത്ര പേർക്ക് സാധിക്കും? എന്നാൽ RSSകാരന് അത് നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഏറ്റവും ധൈര്യമുള്ള മനുഷ്യരാണ് RSSകാരെന്ന്. ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ആത്മാവാണ്, ഹൃദയമാണ്. ആ രാജ്യത്തെ പൗരന്മാരുടെ സ്വാതന്ത്ര്യങ്ങളെയും അവകാശങ്ങളെയും നിലനിർത്തുന്നതും ഭരണഘടനാ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതുമൊക്കെ ആ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ തള്ളിപ്പറയാൻ, പരിഹസിക്കാൻ, ഇകഴ്ത്തി കാണിക്കാൻ ഈ രാജ്യത്ത് RSSകാർക്കല്ലാതെ വേറെ ആർക്കാണ് ധൈര്യമുണ്ടാവുക? ആ ധൈര്യമാണ് നമ്മുടെ ദേശീയ പതാകയുടെ നിറം മാറ്റി അത് വെറും കാവിക്കൊടിയാക്കി മാറ്റണമെന്ന് സംഘപരിവാറിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതേ ധൈര്യമാണ് നിലവിലുള്ള നമ്മുടെ ദേശീയഗാനം മാറ്റി എഴുതണമെന്ന് RSSനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതേ ധൈര്യം തന്നെയാണ് നമ്മുടെ ഭരണഘടന മൊത്തത്തിൽ പൊളിച്ചെഴുതണമെന്ന് നിരന്തരം സംഘപരിവാറിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതേ ധൈര്യം RSS പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ആ ധൈര്യത്തിലാണ്, ആ ബലത്തിലാണ് നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലെ ചില പ്രധാന അധ്യാപകർ അവരുടെ കുട്ടികളെ കൊണ്ട് ദേശഭക്തി ഗാനം എന്ന നിലയിൽ RSSൻ്റെ ഗണഗീതം പാടിപ്പിക്കുന്നത്. അതേ ധൈര്യത്തിലാണ് നമ്മൾ മുഴുവൻ ഇന്ത്യക്കാരുടെയും നികുതി പണം ഉപയോഗിച്ച് സർക്കാർ തുടങ്ങുന്ന വന്ദേ ഭാരതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംരംഭങ്ങളിലോ ദേശീയ ഗാനത്തിന് പകരം RSSൻ്റെ ഗണഗീതം പാടിപ്പിക്കുന്നത്. ഇനി RSSന് എങ്ങനെയാണ്, എവിടുന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയത്? അതവർക്ക് ഭരണം കിട്ടിയത് കൊണ്ടാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭരണത്തിൻ്റെ തിണ്ണമെടുക്കാണ്, സാമർഥ്യമാണ് RSS കാണിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ധൈര്യം പ്രകടിപ്പിക്കാനും കാണിക്കാനും അധികാരത്തിൻ്റെ ആവശ്യമില്ല. സ്വാതന്ത്ര്യദിന കാലം മുതൽ നമ്മളത് തെളിയിച്ചതാണ്. അക്കാലത്ത് RSSൻ്റെ മുൻഗാമികൾ സായിപ്പിൻ്റെ മന്ദിരത്തിൻ്റെ പിന്നാമ്പുറത്ത് മാപ്പെഴുതുന്ന തിരക്കിലായിരുന്നുവെങ്കിൽ നമ്മുടെ മുൻഗാമികൾ യുദ്ധമുഖത്തായിരുന്നു, അവർ പോരാട്ടത്തിലായിരുന്നു, അവർ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളാവുകയായിരുന്നു. അതുകൊണ്ട് അധികാരത്തിൻ്റെ തിണ്ണമെടുക്കിൽ അഹങ്കരിക്കുന്ന RSSകാരാ, നിന്നോട് ഏറ്റുമുട്ടാൻ, നിന്നെ നേരിടാൻ ഞങ്ങൾക്ക് ആ സ്വാതന്ത്ര്യ സമരകാലത്തെ ഞങ്ങളുടെ മുൻഗാമികളുടെ പോരാട്ട വീര്യങ്ങളുടെ ഓർമ്മകൾ തന്നെ ധാരാളമാണ്. ആ ഓർമ്മകളിലൂടെ പടർന്നു കയറുന്ന കരുത്താണ് ഞങ്ങളുടെ ധൈര്യവും.